പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിമലയാളം.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. 2 വീക്സ് മുമ്പ് ഫൈവ് മണി എന്നൊരു നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക. ഞാൻ പേഴ്സണലി ആ ഒരു അക്കൗണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് സംഭവിച്ചു. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇമെയിൽ ഐ ഡി ആയിട്ട് നൽകിയത് മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് ഇമെയിൽ ഐ ഡി ആയിരുന്നു. iOS നിലവിൽ ഇവർക്ക് മൊബൈൽ ആപ്പില്ല, കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഞാൻ വെബ് വഴി അപ്ലൈ ചെയ്തു, ഇയർലി ആക്സസ് കിട്ടി. അതിനുശേഷം വേറൊരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തു. അതിൽ ഞാൻ നൽകിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇമെയിൽ ഐ ഡി നൽകുന്ന ആ ഒരു സ്റ്റെപ്പ് എത്തിയപ്പോൾ അവിടെ ഔട്ട്ലുക്ക് ഇമെയിൽ ഐ ഡി നൽകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഗൂഗിൾ അക്കൗണ്ട് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ അവരുടെ സപ്പോർട്ട് ടീമിനെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അവർ കറക്റ്റായിട്ട് റീപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ കോൾ ബാക്ക് ഒക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇഷ്യൂ ഫിക്സ് ആയി കിട്ടിയത്. അങ്ങനെ എൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയി. നിലവിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഫുൾ KYC അക്കൗണ്ട് ഉള്ളതിനാൽ വീഡിയോ KYC ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ഇന്നലെ എൻ്റെ ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ഇന്നത്തേത് ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് അൺബോക്സിംഗ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് റിവ്യൂ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ഫൈവ് മണി പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഫെഡറൽ ബാങ്കുമായിട്ട് പാർട്ണറായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഫൈവ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫൈവ് മണി പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് ഫെഡറൽ ബാങ്കിലാണ്. കാരണം ഫെഡറൽ ബാങ്കുമായി ചേർന്നാണ് ഇവർ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിൽ ഈ ഒരു അക്കൗണ്ട് കൂടി ആഡായി കിട്ടുന്നതാണ്. ഈ ഒരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സ്കീമിലായിരിക്കും ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് കാണുവാനായി സാധിക്കുക. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നിലവിൽ iOS ഇവർക്ക് മൊബൈൽ ആപ്പില്ല. ഞാൻ സപ്പോർട്ട് ടീമിനോട് ചോദിച്ചപ്പോൾ ഫ്യൂ മോർ വീക്സ് ആണ് പറഞ്ഞത്. കുറച്ച് വീക്സ് കൂടി കഴിയുവാൻ നേരത്ത് iOS മൊബൈൽ ആപ്പ് വരും. അപ്പോൾ ഇപ്പോൾ നിലവിൽ iOS മൊബൈൽ ആപ്പ് ഇല്ല. ഞാൻ വേറൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. പക്ഷേ എനിക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു മൊബൈൽ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു മൊബൈൽ ആപ്പിൽ ഈ ഒരു അക്കൗണ്ട് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ആഡായിട്ട് വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റി സ്കീം എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡും ആ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് iOS ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ iOS ഫൈവ് ആപ്പ് ഇല്ലെങ്കിൽ കൂടി ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫറൊക്കെ UPI ഉപയോഗിച്ച് നടത്തുവാനും സാധിക്കുന്നുണ്ട്. ഇനി ഒരു ഫൈവ് മണി പ്ലാറ്റ്ഫോമിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും അതുപോലെ തന്നെ എൻ്റെ ഉപയോഗവും പറയാം. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ്. ഇവർക്ക് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് ഫെഡറൽ ബാങ്കിലാണെങ്കിൽ കൂടി ഓഫ്ലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടി വന്നാൽ ചിലപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബ്രാഞ്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ബ്രാഞ്ചിൻ്റെ അവിടെ നിയോ ബാങ്കിങ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനായിട്ട് നമ്മൾ ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈവ് മണി അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സെക്കൻഡറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പ്രൈമറി അക്കൗണ്ട് ഏതെങ്കിലും നല്ലൊരു ബാങ്ക് തിരഞ്ഞെടുക്കുക, അതിൽ നമ്മുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ചിലവുകൾക്കായിട്ട് ഒരു എമൗണ്ട് വേണമെങ്കിൽ ഈ ഒരു ഫൈവ് മണി അക്കൗണ്ടിലേക്ക് മാറ്റാം, എന്നിട്ട് അത് ഉപയോഗിച്ച് ചിലവുകൾ നടത്താം. അങ്ങനെ ഒരു സെക്കൻഡറി അക്കൗണ്ടായിട്ട് ഈ ഒരു ഫൈവ് മണി അക്കൗണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മുടെ പ്രൈമറി അക്കൗണ്ടായിട്ട് ഫുൾ എമൗണ്ടും ഈ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓടി ചെല്ലാനായിട്ട് ബ്രാഞ്ചോ കാര്യങ്ങളോ ഇല്ല. ആദ്യം പറഞ്ഞതുപോലെ ഫെഡറൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇനി എൻ്റെ ഉപയോഗം പറഞ്ഞാൽ ഞാനിതൊരു സെക്കൻഡറി അക്കൗണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. മന്ത്ലി ഒരു നിശ്ചിത എമൗണ്ട് എക്സ്പെൻസിനായിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് ഞാൻ എക്സ്പെൻസ് നടത്തും. അതിനായിട്ടാണ് നിലവിൽ ഞാൻ ഈ ഒരു അക്കൗണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പല ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഗുണമാണ് ബജറ്റിംഗ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എക്സ്പെൻസിനായിട്ടുള്ള എമൗണ്ട് നമ്മുടെ പ്രൈമറി അക്കൗണ്ടിൽ നിന്നും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സെക്കൻഡറി അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ മാസം അതുപയോഗിച്ച് ചിലവുകൾ നടത്തുന്നു. അങ്ങനെ നമുക്ക് ബഡ്ജറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ കാർഡ് നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ ഓഫ്ലൈനിലൊക്കെ പല തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിക്കുവാൻ നേരത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായി സാധിക്കും. കാരണം ഇത് നമ്മുടെ സെക്കൻഡറി അക്കൗണ്ടാണ്. ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ ആ ഒരു അക്കൗണ്ടിൽ കാണുകയുള്ളൂ. പകരം നമ്മൾ പ്രൈമറി അക്കൗണ്ട് ഉപയോഗിച്ച് ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രൈമറി അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ടും നഷ്ടമായെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പുകൾ ഒരു പരിധി വരെ തടയുവാൻ അല്ലെങ്കിൽ തട്ടിപ്പുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകാനിടയുള്ള ഒരു നഷ്ടത്തിൻ്റെ ഒരു ആഴം നമുക്ക് കുറയ്ക്കുവാനായി സാധിക്കും.
ഇനി നമുക്ക് ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത്തരത്തിലുള്ളൊരു പാക്കേജിലാണ് ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡ് വരുന്നത്. ഒരു പ്രീമിയം പാക്കേജിങ്ങിലാണ്. ഇങ്ങനൊരു പാക്കേജിങ്ങിൽ ഡെബിറ്റ് കാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഒട്ടുമിക്ക ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രീമിയം പാക്കേജിങ്ങിൽ ഒരു ഡെബിറ്റ് കാർഡ്, അതും സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള യാതൊരു ചാർജും ഇല്ലാത്തൊരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. ഇഷ്യൂഡ് ബൈ ഫെഡറൽ ബാങ്ക് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഡെലിവറി ആയില്ലെങ്കിൽ റിട്ടേൺ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് കാക്കനാടുള്ള ഫെഡ് സർവ് എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഓഫീസിലേക്കാണ് ഇത് റിട്ടേൺ അഡ്രസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ കൊറിയർ പാർട്ണർ ഡെലിവറി ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡെലിവറി ചെയ്തത് ഡെലിവറി ആണ്. ഈ ഒരു ബ്ലാക്ക് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുവാൻ തരുന്നത് അതിനുള്ളിൽ നമുക്ക് വേറൊരു ബോക്സ് കാണുവാൻ സാധിക്കും. ഒരു ചെറിയൊരു ബോക്സും ഉണ്ട്, അതിന് കൂട്ടത്തിൽ ഒരു ബുക്ക്ലെറ്റും ഉണ്ട്. ഈ ഒരു ബോക്സിനുള്ളിലാണ് ഡെബിറ്റ് കാർഡ് വരുന്നത്. ഈ ഒരു ബോക്സ് സ്ലൈഡ് ചെയ്ത് കഴിയുവാൻ നേരത്ത് ഇതിനകത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാർഡും ഉണ്ട്, ഒരു QR കോഡ് പ്രിൻറ്റ് ചെയ്തുള്ളൊരു കാർഡുണ്ട്. നമ്മൾ മൊബൈൽ ആപ്പ് എടുത്തിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായി സാധിക്കും. ഇതാണ് ഡെബിറ്റ് കാർഡ്. മിനിമലായിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ്. ഫ്രണ്ട് പോർഷനിൽ വിസ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ NFC സിമ്പിൾ ഉണ്ട്. പിന്നെ നമ്മുടെ പേര് മാത്രമാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷനിലാണ് നമ്മുടെ CVV നമ്പർ, അതുപോലെ തന്നെ കാർഡ് നമ്പർ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഒക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. കാർഡിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ ഒരു മിനിമലായിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇമേജൊക്കെ പ്രിൻറ്റ് ചെയ്യാമായിരുന്നു. അതുകൂടാതെ ഈ ഒരു കളർ സ്കീം ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു. ഒരു ഡാർക്ക് കളറായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നന്നായേനെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണുള്ളത്. ഇനി ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിന് ജോയിനിങ് ഫീ ഇല്ല, ഫ്രീ ആയിട്ടാണ് കാർഡ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആനുവൽ ഫീയോ മെയിൻ്റനൻസ് ചാർജ് അങ്ങനെയുള്ള ചാർജുകളൊന്നും തന്നെ ഇല്ല. ലൈഫ് ടൈം ഫ്രീ ആണ് ഒരു ഡെബിറ്റ് കാർഡ്. പിന്നെ ഒരു കാർഡിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഫോറിൻ കറൻസി മാർക്ക് ഓഫ് ഫീ വേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുവാൻ നേരത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 3.5% ഫോറിൻ കറൻസി മാർക്ക് ഓഫ് ഫീ ആയിട്ട് ബാങ്കുകൾ ഈടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കാർഡിന് ഫോറിൻ കറൻസി മാർക്ക് ഓഫ് ഫീ വേവ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും പേഴ്സണലി എനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. കാരണം എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട സെർവറിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ആണത്. അപ്പോൾ എല്ലാ മാസവും എനിക്ക് ഈ ഒരു ഫോറിൻ കറൻസി മാർക്ക് ഓഫ് ഫീ ആയിട്ട് ചെറിയൊരു എമൗണ്ട് അഡീഷണലി നഷ്ടമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോറിൻ കറൻസി മാർക്ക് ഓഫ് ഫീ ആയിട്ട് അഡീഷണലി നൽകേണ്ടി വരുന്ന എമൗണ്ട് ഒഴിവാക്കുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ATMൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ്. നമുക്ക് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. ഓൾ ഇന്ത്യ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ഫെഡറൽ ബാങ്കിൻ്റെ ATMൽ നമുക്ക് ലഭിക്കും. അതർ ബാങ്കിൻ്റെ ATM നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 5 സൗജന്യ ഇടപാടാണ് വരുന്നത്. 5 സൗജന്യ ഇടപാട് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 20 രൂപയാണ് അഡീഷണലി ഈടാക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇടപാടിന് 100 രൂപയാണ് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. ഇനി നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നതെങ്കിൽ ഒരു ട്രാൻസാക്ഷന് 25 രൂപയാണ് ഇൻ്റർനാഷണൽ ATMൽ ഈ ഒരു 5 പ്ലാറ്റ്ഫോം ഈടാക്കുന്നത്. മറ്റ് ബാങ്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ചാർജും കുറവാണ്. നോർമലി ബാങ്കുകളൊക്കെ ഇൻ്റർനാഷണൽ ATM ട്രാൻസാക്ഷൻ 125 രൂപയ്ക്കാണ് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ് ഫ്രീ ആണ്, ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. മൾട്ടിപ്പിൾ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 250 രൂപ പ്ലസ് GST ആണ് സർവീസ് ചാർജ് ആയിട്ട് നൽകേണ്ടത്. പിന്നെ UPI, IMPS, പിന്നെ NEFT, RTGS തുടങ്ങിയവ പോലുള്ള എല്ലാവിധ ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റീസും സൗജന്യമാണ്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, അതർ ബാങ്കിൻ്റെ ATMൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നേരത്ത് ക്യാഷ് ഇല്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ 25 രൂപ പ്ലസ് GST ചാർജ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതർ ബാങ്കിൻ്റെ ATM ഉപയോഗിക്കുവാൻ നേരത്ത് നമ്മൾ വിഡ്രോ ചെയ്യാൻ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ലിമിറ്റുകളും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പിൽ ഈ ഒരു അക്കൗണ്ട് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുവാൻ നേരത്ത് ആദ്യം നമുക്ക് ഫെഡ് ബുക്ക് നോക്കാം. ഫെഡ് ബുക്ക് എടുത്ത് കഴിയുവാൻ നേരത്ത് ആദ്യം ഡീഫോൾട്ടായിട്ട് നമ്മളുടെ അക്കൗണ്ടാണ് വരുന്നത്. ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 മണിയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്വൈപ്പ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ മറ്റ് അക്കൗണ്ടുകൾ ലിസ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫയൽ ഓപ്പൺ ആയിരിക്കുന്ന അക്കൗണ്ട്. ഇൻഫിനിറ്റി എന്നാണ് ഈ ഒരു സ്കീം അറിയപ്പെടുന്നത്. അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായി സാധിക്കും. ഇപ്പോൾ ഇതിലൊരു 113 രൂപ കാണാം. ഈ 113 രൂപ കഴിഞ്ഞ ദിവസം എനിക്കൊരു ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ റിവാർഡായിട്ട് കിട്ടിയതാണ്. അങ്ങനെ നമുക്ക് ഫുൾ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റോ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ബുക്ക് ആപ്പ് ഉപയോഗിച്ച് തന്നെ പരിശോധിക്കാം. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വ്യൂ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കസ്റ്റമറുടെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. എനിക്കിപ്പോൾ ഓൾറെഡി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതിനാൽ ആ ഒരു കസ്റ്റമർ ID യുടെ കീഴിലാണ് ഈ ഒരു അക്കൗണ്ടും ഓപ്പൺ ആയിരിക്കുന്നത്. ഇൻഫിനിറ്റി സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിയോ ബാങ്കിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ IFSC കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. പിന്നെ കാർഡ് മാനേജ് ചെയ്യുന്ന
നോക്കാം. ഈ ഒരു ഓപ്ഷൻ എടുക്കുക, അതിനുശേഷം കാർഡ് മാനേജ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ 2 കാർഡ് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് ഫെഡറൽ ബാങ്കിൽ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന അക്കൗണ്ടിൻ്റെ കാർഡാണ്, ക്രൗൺ കാർഡ്. സ്വൈപ്പ് ചെയ്ത് കഴിയുന്ന നേരത്ത് നമുക്ക് രണ്ടാമത്തെ കാർഡ് കാണാം. ഇത് എപ്പിഫൈ വിസ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഫൈ മണി ആപ്പിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാർഡിൻ്റെ പല സർവീസുകളും എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഓൾ കാർഡ് യൂസേജ് ഓഫാക്കി വെക്കാം. ഡൊമസ്റ്റിക് യൂസേജ് വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇൻ്റർനാഷണൽ യൂസേജ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് മാനേജ് ചെയ്യാം. ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഡൊമസ്റ്റിക് വിഡ്രോവൽ ആണെങ്കിലും ഇൻ്റർനാഷണൽ ATM വിഡ്രോവൽ ആണെങ്കിലും. പിന്നെ POS ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ് ഡെയിലി. അതിപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും 5 ലക്ഷം രൂപയാണ് വരുന്നത്. ഇ-കോമേഴ്സ് ലിമിറ്റും അതുപോലെ തന്നെ ഡെയിലി 5 ലക്ഷം രൂപയാണ്, ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും. സിംഗിൾ കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷനിൽ നമുക്ക് 5000 രൂപയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായി സാധിക്കുക. മാക്സിമം ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് 50,000 ആണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻ്റർനാഷണലും കോൺടാക്ട്ലെസ് ലിമിറ്റ് 1 ലക്ഷം രൂപയാണ്. ഡൊമസ്റ്റിക് 5000 രൂപയും ഇൻ്റർനാഷണൽ 1 ലക്ഷം രൂപയാണ് ഡെയിലി ലിമിറ്റ് വരുന്നത്. ഈ ട്രാൻസാക്ഷൻ ലിമിറ്റിലേക്ക് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് നിങ്ങൾക്ക് 1 ലക്ഷം വേണ്ട, ഒരു 15,000 അല്ലെങ്കിൽ 20,000 മതിയെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് പിന്ന് ചേഞ്ച് ചെയ്യാം, അതായത് ഈ ഒരു ATM കാർഡിൻ്റെ പിന്ന് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായി സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ് വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാം, കാർഡ് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാർഡ് മാനേജ്മെൻറ്റും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫൈ മണിയുടെ അക്കൗണ്ട് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ iOS ആണ് ഉപയോഗിക്കുന്നത്, ഫൈ മണിയുടെ ആപ്പ് വന്നിട്ടില്ല. ഫൈ മണിയുടെ ആപ്പിൽ ഇതിനേക്കാൾ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു ആപ്പാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ iOSൽ എന്തായാലും ഒരു ആപ്പ് വന്ന് കഴിയുവാൻ നേരത്ത് ഞാൻ ഒരു ആപ്പിനെ പറ്റി ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.